രൂപീകരിച്ചപ്പോൾ ഔലിയാക്കന്മാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു, വിരല് കടിച്ചു എന്നുള്ളൊക്കെയാണ് മൂപ്പര് കുറച്ചു കാലത്തിന് മുമ്പ് പറയാൻ തുടങ്ങിയത്. ഇനി നമ്മൾ കേട്ടിട്ട് അറിയിച്ചതാണ്, കൊള്ളു പറയല്ല. പക്ഷെ എനിക്കൊന്ന് പറയണ്ടേ, എന്റെ അനുഭവം കൂടിയാണ്. മൂപ്പരെ ഈ ഓഫർ 50,000 റുപ്യന്റെ ഈ ഓഫർ ഇട്ടപ്പോ ഇവിടെ 6-7 ഔലിയാക്കന്മാരാന്ന് കൈവച്ചെന്ന് മൂപ്പരെന്ന് പറയുന്നത്. അന്ന് ഒരു ഔലിയാക്കന്മാരുണ്ടെങ്കിൽ ഈ 50 ലോകത്ത് ഏതെങ്കിലും ഒരു വലിയ ചിലപ്പോ ചരിത്രത്തിൽ 1-2 ആളുകളെ ചിലപ്പോ ഈ മുരീദിന്റെ അവസ്ഥ പക്ഷെ ഓന്റെ പൈസ അന്യായമായി അനാവശ്യമായി ചെലവഴിക്കുന്നുണ്ട്. ചിലപ്പോ അതിന് മേടിച്ചേക്കാൻ ചില വിധുകളൊക്കെ ചില അടവുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് എത്രയോ ആയിരക്കണക്കിന് ആളുകളെ ഇപ്പൊ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ എന്റെ മുരീദിനോട് പറഞ്ഞു, എന്താ നോക്കിക്കണേ 1400 ആൾക്കാരായി, ഇനിയും ചേർന്നൂടെ? 1400 ആൾക്കാർ ഓഫറിൽ ചേർത്തിരിക്കുന്നു. എത്ര കോടി റുപ്യായി തന്ത്രം, ഓരോ വർഷവും തന്ത്രം വെച്ചിട്ട് ഓരോ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോഴും പുതിയ പുതിയ തന്ത്രങ്ങളാണ്. കാരണം ഇത് വിശ്വസിക്കാൻ ചില മുരീദന്മാരുണ്ട് എന്നുള്ളത് മൂപ്പര് മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തന്ത്രം, കാരണം പുതിയ ഓരോ തന്ത്രങ്ങൾ ഇറക്കുമ്പോഴേ നമ്മളെ ഷെയ്ഖിന്റെ ഉൾക്കാഴ്ച അതിഭയങ്കരമാണല്ലോ. അതിൽപ്പെട്ട ഒരു തന്ത്രമാണ് ഒരു കൊല്ലം ഇറക്കിയതാണ് തന്ത്രം. റൗള ഷരീഫ് തുറന്നുകൊടുത്ത് ഞാൻ റസൂലുള്ളാഹിയുമായി സംഭാഷണം ചെയ്തു. 24 മണിക്കൂറിൽ ഇപ്പോൾ റൗള ഷരീഫ് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന്. സഹോദരന്മാരെ, ഈ റൗള ഷരീഫ് തുറന്നു കൊടുക്കാൻ അബ്ദുള്ള രാജാവുമായി സംസാരിച്ച ഒരു വ്യക്തി നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്. നിങ്ങൾക്ക് പോയാൽ കാണാം. അദ്ദേഹത്തിന്റെ പേരാണ് ചേളാരി കടക്കാറ്റ്പാറ കോയ മുസ്ലിയർ. 40 വർഷമായി മദീനത്ത്. ഈ അബ്ദുള്ള രാജാവിന്റെ മരിച്ചുപോയ അബ്ദുള്ള രാജാവിന്റെ ഒരു പാപ്പ ഒന്നാണ്, ഇമ്മ ഒന്നല്ല. അബ്ദുൾ രാജാ ഇയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ കോയ മുസ്ലിയർ സ്പോൺസർ. ഈ കോയ മുസ്ലിയർ ഈ സ്പോൺസറുമായി അമേദ്യമായ ബന്ധത്തിന്റെ കാരണം ഈ അബ്ദുള്ള രാജാവുമായി ഇവർ പോയി ബന്ധപ്പെട്ടപ്പോ അബ്ദുള്ള രാജാവ് ചോദിച്ചു, 40 കൊല്ലമായി ഞാൻ ഇവിടെ ജോലി, അപ്പൊ എന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്റെ ഭരണത്തിൽ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ, എന്നെ കൊണ്ട് ചെയ്യുന്ന ഞാൻ കൈന്ന് ചെയ്തു തരാം. അപ്പൊ വലിയ എടുത്തു പറഞ്ഞു, കോൺഗ്രസിലെ കൂടെ നമ്മളെ ഈ കേരളത്തിലെ വെച്ച പണ്ഡിതന്മാർ UP-കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കോൺഗ്രസിലെ ഞങ്ങൾക്കൊരാവശ്യം ഇപ്പൊ പറയാനുള്ളൂ, അതെ റൗള ഷരീഫ് എന്നും ഞങ്ങൾക്ക് തുറന്നു കിട്ടണം. 24 മണിക്കൂറും റൗള ഷരീഫ് തുറന്നു കിട്ടാൻ ഞങ്ങളുടെ ആവശ്യമാണ്. എഴുതി വെച്ചു മൂപ്പരെ ഡെയിലി എഴുതി വെച്ചു. ആരെ? അബ്ദുള്ള രാജാവ്. പിറ്റത്തെ ആഴ്ച ആയപ്പോഴത്തേന് റൗള ഷരീഫ് തുറന്നു. ഈ മനുഷ്യൻ ആ ഹജ്ജിന് പോയി വന്നോ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കണം, ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കണം. റൗള ഷരീഫ് ഞാനാണ് തോർപ്പിച്ച് ഈ പ്രാവശ്യം. ഒരു ഭയങ്കര തരികട. അതിന്റെ ശേഷമാണ് പിന്നത്തെ ഹജ്ജിന് വന്നപ്പോ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്കൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. 50,000 ഉറുപ്പിക കൊടുത്താൽ റിജാലുകളും അബ്ദാലുകളും. നിങ്ങൾക്ക് ഞാൻ വിശ്വസിച്ചില്ലട്ടോ. പിന്നെ 50,000 എല്ലാവരും കൊണ്ടുപോയി കൊടുത്ത് അമ്മായും കുറിച്ച് പാക്കഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനും കൊടുത്തു. മനുഷ്യന്മാരെ ഞാനും കൊടുത്തേ. എല്ലാവരും എന്ത് ചെയ്യാന്? 100 ആള് കൂടി ഒരു സംഭവം ചെയ്യുമ്പോൾ അതിലൊരാളെ ഞാൻ ഒഴിഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് മത്സരപ്പെടുന്ന തല്ലിന്ന് വരും. നിങ്ങളെ കാരണമായിട്ട് മറ്റൊരു വന്നിട്ട് ഞങ്ങൾ ഖലീഫയല്ലേ, ഞാനും കൊടുത്തു. എനിക്കിപ്പോ പറയാനുള്ളത് എന്റെ ആ പൈസ മുമ്പർക്ക് ഹലാലാണോ ഹറാമാണോ അത് പറഞ്ഞു തന്നാ മതി. ഇതാണ് പിന്നെ എന്റെ പെരീക്ക് ഞാൻ കൊല്ലം തോറും 10-25 വർഷമായി ഹാജാന്റെ ഉറൂസ് കഴിക്കണം. ഒരു മൂപ്പര കുടുംബത്തിൽപ്പെട്ട ഒരു ഖലീഫ ഇതിന് വന്നു, ഇതിന്റെ ഉറൂസിന് വന്നു. മൂപ്പരൊക്കെ നരകത്തും ആണ്ട് വർഷം ആളുകള്. അപ്പൊ മൂപ്പരക്ക് നരകത്തേക്കും ആളെ കൊടുക്കണം, സ്വർഗത്തേക്ക് കൊടുക്കണം ഉള്ള പാട്. നരകത്തിനും വേണ്ട ഒരാൾ ഒരു നമ്മളിപ്പോ ഏറ്റവും ദുഷിച്ച പ്രവർത്തനം ജീവിതത്തില് ഒരു പക്ഷേ നമ്മളെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ മരിക്കേണ്ട അവസാനം വെച്ചിട്ടാണ് ഈ കാരണം നമുക്ക് നന്നാണെന്ന് തോന്നുന്നത്. ഈ നന്നാണെന്ന് തോന്നിയാൽ
ഒരു ഡോക്ടറേറ്റ് പോയാൽ നമുക്ക് നീങ്ങാൻ പറ്റൂല, മന്ത്രവാദിനേറ്റ് പോയാൽ നമുക്ക് നീങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ആളെ പിടിച്ച് നമ്മൾ നന്നാണെന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ചെല്ലുമ്പോൾ ഒരു മാല ഇട്ടാണ്ട് മൂപ്പരേത്തേക്ക് നിന്ന് കഴിഞ്ഞാല് മൂപ്പര ആ മാൽമ നമ്മക്ക് 100 പണി തരും വിചാരി അറാത്തിലുണ്ടായത് ജിനാ ചെയ്യുന്നത്. ഇതാണ് ഈ കാര്യം നന്നാൻ പോണ ആൾക്കാർ മൂപ്പരിൽ നിന്ന് കേൾക്കല്. ഈ കുത്തുബുസമാൻ എന്ന് പറഞ്ഞാല് നമുക്കൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കുത്തുബിന്റെ പദവി നൽകുകയാണെങ്കിൽ ആകാശത്തുള്ള മലക്കോട് പറയുമ്പോ ഞാൻ ഭൂമിയിൽ ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ കുത്തുബാക്കിയിരിക്കുന്നു, അല്ലെ മുറബിയാക്കിയിരിക്കുന്നു, അല്ലെ വലിയാക്കിയിരിക്കുന്നു, അല്ലെ ഗൗസാക്കിയിരുന്നു, എന്തെങ്കിലും അള്ളാഹു പറയും മലക്കുകൾ. പിന്നത്തെ ജോലി അള്ളാന്റെ ജോലിയല്ല, പൊതുജനങ്ങളുടെ ജോലിയല്ല, അത് മലക്കുകളുടെ ജോലിയാണ് ലോകരെത്തിക്കല്. അത് അതിനുള്ള എല്ലാ തന്ത്രത്തോടുകൂടി ഓല എത്തിക്കും. ഇവിടെ എറണാകുളം ജില്ലയില് മൂപ്പര ഒരു ബുക്ക് ലക്ഷക്കണക്കിന് ബുക്ക് അടിച്ചുകാണ്ട് എറണാകുളം ജില്ലയില് 93,000 വീടുകളുണ്ട് എന്ന് പറഞ്ഞിക്കാണ്ട് എല്ലാ വീട്ടിലും കൊണ്ട്. പക്ഷെ മുഴുവനായില്ല, വിജയിച്ചില്ല. ആളുകൾ ബുദ്ധിയുള്ളവരുണ്ടായി. ഓരോ പള്ളിയിലെ ഖത്തീബന്മാര് അത് ശേഖരിച്ചു 500 600 ഒന്നായിട്ട് ഇട്ടാൻ കത്തിച്ചു. അതും വിജയിച്ചില്ല. അപ്പൊ അത് മൂപ്പര് വിജയിച്ചു എന്നുള്ള ഇതിലെ പുതിയന്മാരെന്ന് പറഞ്ഞേക്കല്ലോ. നമുക്ക് അതിന്റെ ഒരു സമ്മേളനം ഇപ്പൊ ഇവിടെ 30-ാം തീയതി നടക്കുന്നുണ്ട് ആലുവയിൽ. ആ പ്രചരണത്തിന്റെ ഒരു 30-ാം തീയതി എത്രയോ ആൾക്കാർ അടിയുണ്ടായി, അടിയും കുത്തും എല്ലാം കിട്ടി. ഇങ്ങനെ പോകുന്ന കുത്തുബ് പിന്നെ ഇവരെ ഉള്ളിൽ തന്നെ ഞാനിതൊക്കെ മനസ്സിലാക്കി. എന്നാലും പെട്ടെന്ന് നമ്മൾക്ക് പിന്മാറുന്നല്ലോ എന്ന് വിചാരിച്ച് അവസാനം ക്ഷമ തെറ്റി. അപ്പൊ ഞാൻ സലാമ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള വിചാരിച്ചിട്ട് നമുക്ക് പിന്നെ വാർത്ത വായിച്ച്. പക്ഷെ എന്നെ എന്ത് ഉദ്ദേശ മൂപ്പര് ഖലീഫയാക്കി എന്നുള്ളത് ഇന്ന് വരെ എനിക്ക് കൊടുത്തത്. ഒരു ജാഹിലായ എന്നെ എന്ത് ഉദ്ദേശിച്ച് ഖലീഫയാക്കി എന്നുള്ളത് എനിക്ക് യാതൊരു പൊടുത്തില്ല. പിന്നെ ഒരു പൊടുത്തം എനിക്കുണ്ട്, ഒരു പൊടുത്തം ഉള്ളതെന്ന് വെച്ചാല് നമ്മളെ ആശയിലും വയ്യത്ത് കൊടുത്തു കഴിഞ്ഞാൽ വയ്യത്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞാല് ചിക്കില് കിട്ടും, മദ്യ കിട്ടും. ഈ ആദ്യം അവിടെ കൊണ്ടുപോയി കൊടുക്കാതെ ഈ ഒരു പൊടുത്തേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എല്ലാ ഖലീഫന്മാരും കൊണ്ടുപോയി കൊടുക്കുന്നതായി ഞാനും കൊണ്ടുപോയി കൊടുക്കും ഈ കിട്ടുന്ന അദിയ. പിന്നെ ലായിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതതിന്റെ ദിക്റാണ്, അതതിന്റെ മട്ടത്തരം പോവുകയും ചെയ്യും. അതിപ്പോ നമ്മൾ പറയാനും ചെയ്യില്ലേ, ഹബീബ റസൂലുള്ളാഹിന്റെ ഹദീസില് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ സീദി റസൂലുള്ളാഹ് ഒരാൾ വന്നിട്ട് ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാളെ ആരാന്ന് അറിയാൻ പറ്റും? ഇല്ല നബിയേ, അത് ഇബ്ലീസാണ്. അത് ഇബ്ലീസ്. എന്നാ ഇബ്ലീസ് പറഞ്ഞ ആയത്തുൽ കുർസിയെ ഓതണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിങ്ങനെ ചെല്ലണേ അതല്ലാതെ ഈ റഹീമുസ്ലിയർക്കും ഈ അബ്ബാസ് ഫൈസി, ഈ റഹീമുസ്ലിയർ, ഈ ഇസ്മായിൽ ഫൈസി ഇവരൊക്കെ കഠിന ശത്രുക്കളായിരുന്നു. കഠിന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ജീലാനി മസീല് ഇവിടെ വളാഞ്ചേരി ജീലാൻ മസീല് ഈ പൂങ്ങോടിനെ, അബ്ബാസിനെ, ഇസ്മായിൽ ഫൈസിനെ ഇവരെല്ലാരെയും റഹീമുസ്ലിയർ പുറത്താക്കി എന്നല്ല, ഇന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില് പിത്തനും പസാദും ഇല്ലാത്ത ഒരു ദിവസം തന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ഈ റഹീമുസ്താദും ഞങ്ങളൊക്കെ പാടെ ഒരു കല്യാണത്തിൽ ഒരുമിച്ച് കൂടിയപ്പോഴേ അന്ന് എനിക്ക് എന്നോട് പറഞ്ഞാണ് റഹീമുല്ലിയറ് ഈ ഇസ്മായിൽ ഫൈസിന്റെ പിന്നെ മൂപ്പരൊരു മുരീദ് സമസ്തന്റെ നമ്മളെ പത്ത് പറക്കിയപ്പോഴേ അത് ശരിയില്ലാന്ന് പത്ത് വിട്ടിരുന്ന ഒരു ഉദവി, ഈ ഉദവി ചെന്ന് രണ്ടാമത് ഒരാള് ദൈവത്ത് ചെയ്ത് ഇസ്മായിൽ ഖാന്റെ അടുത്ത് കൊണ്ടുപോയാണ്. അപ്പൊ ഇസ്മായിൽ ഫൈസ് റൂമിലുണ്ട്, മജ്‌ലിസിലുണ്ട്. മൂപ്പരെ ഇവര് 1 മണിക്കൂറോളം ഇരുന്ന് കൊണ്ടുപോയ ആളും ഈ ഉദവി പുറത്തു വന്നില്ല. അങ്ങനെ ഇവരിങ്ങനെ ഇരുന്ന് അവസാനം ഇയാൾ പുറത്തു വന്നപ്പോഴേ സലാം ചൊല്ലി ഉദവി ഒരു മാസം ചെന്നാണ് സലാം ചൊല്ലി. അപ്പൊ ഇസ്മായിൽ ഈ സാധു തൗബ ചെയ്യാൻ വന്നു. ഇതിനോട് പറഞ്ഞത് റഹീമുല്ലിയറാണ്. എല്ലാന്ന് റഹീമുല്ലിയർ പറയട്ടെ,
അല്ലാന്ന് റഹിമാന് പറയട്ടെ, അത്രയ്ക്ക് വ്യക്തി വളരെയധികം മോശമായിട്ട് ജീവിച്ചിരുന്നതിന് ഇവരൊക്കെ. പിന്നെ ഈ ഓഫർ ഇട്ടപ്പോ ഞാൻ ഹദീസ് ആയത്ത് ഓതി പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ അറിയാത്ത ഇമാം പറഞ്ഞ മാതിരി അറിയില്ല എന്നുള്ള ഒരാൾക്ക് അറിയാൻ വലിയ അറിവാണ്. അറിയില്ല എന്നൊരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അറിവാണ്. അതേമാതിരിയാണ് ഞാൻ അതൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഈ മൂപ്പര് അലിറന്ന് പറഞ്ഞിങ്ങനെ മറ്റാളോളം ഇതാണ് 50,000 റുപ്യ പ്രയാസങ്ങളൊക്കെ തീരും. അന്ന് ഈ അബ്ബാസ് ഇവിടെ താമരശ്ശേരി വെച്ച് പ്രസംഗിച്ച് എന്താണ് ഖലീഫമാരും ഒക്കെ ഒന്നും വിചാരിച്ചത്, ഖലീഫമാരൊക്കെ ടവലാണ്. ടവലിന്റെ ആവശ്യം കഴിഞ്ഞാൽ അതാണ്ട് വലിച്ചെറിയും. അപ്പൊ ഈ മൂപ്പരെ ഖിലാഫത്ത് കൊടുത്ത് ഒന്നും ഖലീഫമാരല്ല, ടവലാണ്. അപ്പൊ പിന്നെ രണ്ടാമത് മൂപ്പര് ഈ വില ഇറക്കി. എന്ത്? ഈ ഓഫർ കൂടിക്കഴിഞ്ഞാൽ ഷേഖിനെ കാട്ടി ഏറ്റവും മേലെ 50 റുപ്യ കൊടുത്ത് 50,000 റുപ്യ കൊടുത്ത് അതിനാണ് ഇവിടെ ഇങ്ങനെ ആദ്യം പ്രസംഗിച്ചു വെച്ചത്. അത് ഷെയ്ഖിനേലിൽ ഏറ്റവും മേലെ 50,000 റുപ്യ കൊടുത്ത് ഇങ്ങനെ തരികട ഇങ്ങനെ കളിച്ച് തരികട. ഇത് എവിടെ വരട്ടെ? ഇവരൊക്കെ ശരിക്കും വളച്ചു വെച്ചിട്ടാണ്. എല്ലാ റൈമുസ്ലിങ്ങൾക്ക് കിതാബ് തിരിയാഞ്ഞിട്ടല്ല, ഇസ്മായിൽ ബൈസിക്ക് കിതാബ് തിരിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ ഈ ഒരു സൈസ് സേവ അതിനിങ്ങോട്ട് വളച്ചു വെച്ചിട്ട് ഇവർക്ക് ഇനി ഇവരെ ഇതിൽ നിന്ന് പടിയിറങ്ങുന്നുള്ളത് നമ്മൾ പറയുന്നത് നിങ്ങൾ പടിയിറങ്ങിക്കോളെ, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ ആഹ്റത്തും രക്ഷയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയാണ് അല്ലേ? അപ്പോ പിന്നെ മൂപ്പരെ കറാമത്താണ് ഇവിടെ പയ്യന്നൂര് ഒരു പെരിയില്. അപ്പൊ വയനാട് വൈസി എന്നുള്ള ഒരാളുണ്ട്, ജയന്തിൻ വൈസി, ശിഷ്യനൊക്കെയാണ്. മൂപ്പര് ഒരു 3 മാസം കൂടുമ്പോ മൂപ്പര് നടക്കുന്നു. മൂപ്പര് 6 ലക്ഷം 7 ലക്ഷം റുപ്യയാൾക്ക് കിട്ടും, സുൽത്താന് കിട്ടും. ഈ വയനാട് വൈസിന്റെ മുരീദന്മാർ മാത്രം, ആയിരക്കണക്കിന് മുരീദന്മാരുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു പെരിയിലെ മാർബിളിന് മുനാരം പൊന്തിയല്ലോ, വലിയ മുനാരം. അങ്ങനെ ഞാനൊരാളോട് ചോദിച്ചു, ഒരു ഖലീഫേനെ, പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എന്നാലും പേര് പറയാ, റഹിമോലിയോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ പോയിന്നോ, നിങ്ങൾ ഈ കറാമത്ത് കാണാൻ പോയി? അപ്പൊ എനിക്ക് ഈ കറാമത്തിന്റെ മനസ്സിൽ തട്ടിയിട്ടേന്നില്ല. കാരണം ഇതിൽ പിന്നിൽ ഇയാളെ പ്രവർത്തനം നോക്കുമ്പോ ഈ കറാമത്ത് എങ്ങനെ നമ്മളെ മനസ്സിൽ തട്ടിയിട്ടേന്നില്ല. അപ്പൊ ഈ റഹിമോലിയോട് എന്നോട് പറഞ്ഞു, എല്ലാം മൂപ്പര് പറയട്ടെ, എന്നോട് പറഞ്ഞാണ്. മൂപ്പര് പറഞ്ഞു, ശരി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇരിപ്പിച്ച പള്ളി ജീലാനി മാസ്റ്റർ ഇവിടെ വളർന്നു, അവിടെ വന്നു നോക്കി. അന്ന് മാവുകൾ ഇട്ടന്ന് ചെറിയൊരു വര, ഇപ്പൊ അത് ഇതിന്റെയും മേലൊക്കെ ഇരിക്കണേ. അപ്പൊ അത് താനെ വലുതാവും, ചില വരകള് താനെ വലുതാവും. ഇതൊരു കറാമത്താണ്. ജീലാൻ പള്ളി മൂപ്പരുടെ കറാമത്തെന്ന് പറയാൻ പറ്റും. എന്താ? അപ്പൊ ഇങ്ങനെ ചില വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകാണ്ട് മനുഷ്യരെങ്ങട്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഹജ്ജിന് പോയെന്നപ്പോ പറഞ്ഞാണ് ഭയങ്കര ദമ്മില്. അപ്പൊ മൂപ്പരെ ഗുണ്ടകളായ സംഘിതന്മാര് എത്തുന്നുണ്ട്, ഞാനങ്ങ പുറത്ത് നിൽക്കുന്നുണ്ട്. മൂപ്പരിങ്ങനെ പറയാ ഇവരോട്, ഞാനിനി അങ്ങനെ കയ്യൊന്നും കൊടുക്കില്ല. കാരണം അജറൽ അസ്വദ് എന്ന കല്ല് ഭയങ്കര വെള്ള പ്രകാശമുള്ള കല്ലാണ്. ഈ ആളുകൾ മുത്തി അതിന്റെ നിറാണ്ട് മാറ്റി. ഞാൻ ഇന്നൊരാൾക്കും കല്ല് കൊടുക്കില്ല, ഇന്റെ നിറം അങ്ങനെ മാറില്ല. എന്താ ഇപ്പൊ ഇത് വിശ്വസിക്കാന്? അള്ളാഹു ഹെമ്മ് കൊടുത്തവര് പിന്മാറിക്കൊണ്ടിരിക്കുന്നു, ഡെയിലി പിന്മാറിക്കൊണ്ടിരിക്കുന്നു. സലാമാജിരെ, എന്റെ ഒരു സുഹൃത്തെ ഖലീഫയും കൂടിയായ സലാമാജി വാടാനപ്പള്ളി, മൂപ്പരെ വീട് ഒന്നായിട്ട് തച്ചൊടിച്ചുകള്. മൂപ്പരെ ഗുണ്ടകൾ തച്ചോടിച്ചല്ല, മൂപ്പര് വാടാനപ്പള്ളി സർക്കിൾ ഓഫീസിലെ കേസ് കൊടുത്തല്ല ഇയാളെ വിളിച്ചപ്പോ ഇയാൾ എന്ന് പറയാൻ സർക്കിളോട്, ഞാനിപ്പോ വന്നാൽ ശരിയല്ല, 1.5 ലക്ഷം ആൾക്കാരിന്റെ പിന്നിലുണ്ടാവും, 1.5 ലക്ഷം ആൾക്കാരിന്റെ പിന്നിലുണ്ടാവും. ലക്ഷണം കെട്ടോൾ പോകുമ്പോ ലക്ഷങ്ങൾ ഉണ്ടാവും. പണ്ടൊരു ടീച്ചറെ ഞങ്ങളോട് പഠിച്ചിരുന്ന കോപ്പി ചെയ്താൻ പറഞ്ഞു, ലക്ഷം പിന്നാലെ ലക്ഷണം കെട്ടും മുന്നാലെ എന്ന് കോപ്പി. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചറെ ആരായി ലക്ഷണം കെട്ടോളൂ? അപ്പൊ
ടീച്ചറിനാവണം എന്ന് പറഞ്ഞ മാതിരി ഇത്തരം വിദ്യത്തുകൾ പറഞ്ഞ് ഈ മുരീദന്മാരെ പാട്ടിലാക്കിക്കാണ്ട് എന്താ ഇതിന്റെ അവസ്ഥ? ഇതാണ് ജലീൽവാക്കിൽ പോന്നു. ഇതന്നെ മൂപ്പരെ നരകത്തിൽ കണ്ടു പോട്ടെ. നരകത്തിൽ പോകണോ കുറച്ച് ആൾക്കാര്? പെങ്ങളമാനല്ല, ജലീൽ ബാക്കിവിന്റെ അമ്മാവനാണ് ഇയാളെ പെങ്ങളെ കെട്ടിക്കുന്നത്. കൗസിയ ജംഇയ്യത്തുൽ ഉലമന്റെ ട്രഷററാണ് ജലീൽ ബാക്കിവി. നല്ലൊരു ഇഖ്ലാസ് ഖലീഫമാരിയിലെ ഞാൻ ശരിക്കും ബന്ധപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യനായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. അത് പോന്നു, അദ്ദേഹമൊക്കെ പോന്നു. ഇന്നലെ ഇന്നും എന്റെ വീട്ടിൽ വന്നിരുന്നു. വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയാണ് മൂപ്പര് പോയിട്ടുള്ളത്. അല്ലെ, എന്റെ മോളെ കല്യാണം ശനിയാഴ്ച, പിന്നെ മൂപ്പർക്ക് വരാൻ പറ്റൂല, അതിന് അറിയാണ്ട് ഇന്നും വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും, ഇപ്പൊ ഞങ്ങൾ മുമ്പോട്ട് പോകും, എല്ലാം ഇത് ചെയ്യും, എന്നിട്ടാ മൂപ്പരെ പറഞ്ഞേക്കല്. അപ്പൊ ഈ ഇത്ര ഒരു പിന്നെ ദ്വാരിക്കുമ്പോഴേ അവിടെ കുത്തുപോകുമ്പോഴും മയസറ കുത്തുമ്പോഴും ദ്വാരച്ചൊക്കെ ഇന്നമൽ മുസ്ലിമീനും മുസ്ലിമാത്തും മോമിനും മോമിനാത്തും എന്നുള്ള ദ്വായ അല്ല, ആയത്ത് ഖുറാനിലെ ആയത്ത്. ആ ആയത്ത് മൂപ്പര് മുസ്ലിമീന ചേർക്കൂല. അപ്പൊ സംഗതി ചോദിച്ചപ്പോ എന്താ ഈ മുസ്ലിമീനാന്ന് ആയത്ത്? അത് നമ്മളെ ദ്വാരപ്പോ ഒരു നന്നാണ്ടാ, നമ്മളെ മുസ്ലിമീങ്ങൾ നന്നാണ്ടാന്ന്. ഇതൊക്കെ പറയും, പുറത്ത് പറയും എന്നുള്ളവർക്ക് അറിയാം. പക്ഷെ ആദ്യം തന്നെ എന്നെ തടട്ടുക പറഞ്ഞാല് കോട്ടക്കൽ കുറച്ച് ഉണ്ടാശികളുണ്ട്, മൂപ്പര് ഗുണ്ടായികളുണ്ട് കോട്ടക്കല്. ഓലിനോട് പറഞ്ഞ് കയ്യും കാലും സുൽത്താൻ വെച്ച് പറഞ്ഞിന്റെ കയ്യും കാലും തച്ചോട്ട് കോടി കണ്ടിടുവാണ്. എന്നോട് വന്നു പറഞ്ഞു. അപ്പൊ ഇന്നോട് മുരീദിനോടാ പറഞ്ഞില്ലേ. അപ്പൊ ഓൻ പറഞ്ഞു, എന്നാ ആൾക്ക് പോലുണ്ട്, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. എന്റെ മുരീദ് ഓനും കളരിയും പറഞ്ഞൊക്കെ അറിയുന്ന ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ നമ്മളെ മജ്‌ലിസിൽ പെരിയിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മമ്പുറത്തുക്കോ അല്ലെങ്കിൽ കോട്ടയ്ക്കോ എല്ലാം ആദ്യം ആലോചിക്കണം. ഇപ്പൊ അതുമില്ല. അതിപ്പോ ഞാൻ പെരിയിൽ തന്നെ ഉണ്ട്. മറ്റേ പത്രം പണം വെച്ചമാതിരി ഞാൻ പെരിയിൽ തന്നെ ഉണ്ട്, എപ്പോഴും വരാം. ഞാൻ പറഞ്ഞു, ഇപ്പൊ 4 മണിക്കൂർ ഈ പറഞ്ഞ ആള് ഇന്റെ ഒരാളെ എന്റെ ഒരു മുരീനെ വിളിച്ചാണ്ട് ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവരെ എല്ലാരും പരിപാടി. പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലാന്ന് എന്നാ പോരെ. ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിക്കാണ്ട് പിന്നെ അത് പറഞ്ഞിട്ടില്ല എന്ന് ആണ്ട് അടച്ച പൊള്ളാണ്ട് പറയും. അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ ആൾക്കാരുണ്ട്, സംസാരിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഞാന് കാളി മുഹമ്മദ് പറയുന്നുണ്ട്, ഇത്തിരി പോലീസുള്ള ഷെയ്ഖിനെ വിട്ട് എവിടേക്ക് പോകുന്നു ലോകേരയാണ്. പക്ഷെ അതിന്റെ അടിയില് ഇവിടെ പോസ്റ്ററിലൊക്കെ കണ്ടിരുന്നത് അതിന്റെ അടിയിലെത്തണം ഏറെ വലികളും ഈ വയറിൽ മുന്നിട്ട് ഈവാൻ തെറ്റി നോക്കാറുണ്ട്. അതിന് മൂപ്പർ വിടാഞ്ചപ്പെട്ട നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഒരു മഖ്ലൂഖ് പറഞ്ഞു മൂപ്പർ നന്നാവില്ല. ഒരു മഖ്ലൂഖ് പറഞ്ഞാല് മൂപ്പര് നന്നാവില്ല, അത് ഉറപ്പാണ്. അത് മൂപ്പരെ 100 പ്രാവശ്യം 15 വർഷം മുമ്പ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസരവും എന്തിനപ്പ ഇന്നലെ മനാമലായിട്ട് എന്നോട് വന്നാട് ഉപദേശിച്ചു, ഞാൻ എന്താ ചെയ്യുന്നു, ഞാൻ എന്താ തെറ്റ് ചെയ്യുന്നു. അന്ന് അവരങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറഞ്ഞാട്ടോ, അന്ന് അവർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലേ. പിന്നെ ഈ തമ്മാടിത്തരം പറയാം. മൂപ്പര് ഈ ജനനും ഈ തമ്മാടിത്തെ പറ്റിയൊക്കെ സലാമാജിക്ക് വ്യക്തമായിട്ട് അറിയാം. മൂപ്പര് ഇന്ന് രാത്രി ഗൾഫ് പോകാൻ, അതുകൊണ്ടാണെന്ന് പറയാനില്ല. മൂപ്പര് 4 ദിവസം 5 മൂപ്പര് വന്നിരുന്നു. എല്ലാം മൂപ്പർക്കാണ്. ഇവർ ചില ഭർത്താവ് പറയും വഖഫ് ചെയ്യാം, ഇതിനെ പറ്റിയൊക്കെ മൂപ്പർക്ക് അറിയാം. ഏതായാലും ഇവിടെ ആളുകൾ ബാക്കിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മള് അത്താൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.